ഹലോ, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, വീഡിയോ കുറേ പേരൊക്കെ കാണുന്നുണ്ട്. എന്നെ കാണുമ്പോൾ പേഴ്സണലായിട്ട് വന്ന് പറയുന്നുണ്ട് ഞാൻ വീഡിയോ കാണാറുണ്ടെന്നുള്ള. പക്ഷേ നിങ്ങളാരും ഒരു കമൻറ്റോ ഒരു ലൈക്കോ ഒന്നും ചെയ്യാറില്ല. പ്ലീസ് കാണുന്നവർ ഒരു ലൈക്കെങ്കിലും ചെയ്യുക. നിങ്ങൾ ഒരുപാട് കാര്യങ്ങളൊന്നും എഴുതി കമൻറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. ഒരു ഹാർട്ട് സിമ്പിൾ ഇട്ടാൽ മതി കേട്ടോ. അത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാവും. കാരണം നമ്മൾ ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു റെസ്പോൺസ് കിട്ടിയാലാണല്ലോ വീണ്ടും വീണ്ടും ഒരു മോട്ടിവേഷൻ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ പ്ലീസ് എല്ലാവരും ഒന്ന് ഹാർട്ടോ ലൈക്കോ ഒക്കെ ചെയ്യണേ. പിന്നെ ഒരു കാര്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ക്യൂ ആൻഡ് ചെയ്താൽ എന്താണെന്ന്. ആർക്കെങ്കിലുമൊക്കെ ചിലപ്പോൾ എന്നെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവരുണ്ടാവുമായിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളവർ പ്ലീസ് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം കേട്ടോ. ആ ചോദ്യങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് നമുക്കൊരു ക്യൂ ആൻഡ് ചെയ്യാം. എന്നെക്കുറിച്ചോ എൻ്റെ ഫാമിലിയെക്കുറിച്ചോ ഒക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് എന്താ പറയുക ഒരു ക്ലാരിറ്റി കിട്ടുമല്ലോ ഞാൻ ആരാണെന്നും എന്താണെന്നും ഒക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയൂ, ക്യൂ ആൻഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പം നമുക്ക് നമ്മുടെ പതിവ് പോലെ നമ്മുടെ ഡെയിലി ലൈഫ് അങ്ങോട്ട് ആരംഭിക്കാം കേട്ടോ. അപ്പം രാവിലെ തന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലക്കറിയാണ്. എന്താണെന്നറിയത്തില്ല, ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ ഈ പുട്ടിൽ കയറി പിടിച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഏറ്റവും എളുപ്പത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് പുട്ടാണ് കേട്ടോ. സാധാരണ നമ്മൾ ദോശ ഇഡലിയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ തലേ ദിവസമേ കുതിർത്തിടണം. അത് മറന്നു പോയെങ്കിൽ പിറ്റേ ദിവസം ദോശ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇൻസ്റ്റൻറ്റ് ദോശകളൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ എന്നാലും എളുപ്പത്തിൽ പുട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം കേട്ടോ. ചെയ്ത് ചെയ്ത് വന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇന്ന് രാവിലത്തേക്ക് പുട്ടും ഉച്ചയ്ക്ക് സ്കൂൾ ലഞ്ചിലേക്ക് കൊടുത്ത് വിടുന്നത് പാലക് ചപ്പാത്തിയാണ് കേട്ടോ. ഇന്ന് ഞാൻ പാലക്കിൽ വേറെ ഒന്നും അരച്ചിട്ടില്ല. ജസ്റ്റ് പാലക്ക് മാത്രം ഇച്ചിരി വെള്ളം ഒഴിച്ച് അരച്ചെടുത്തിട്ട് ഗോതമ്പ് മാവിൽ അങ്ങ് മിക്സ് ചെയ്ത് കുഴച്ചെടുത്തതേ ഉള്ളൂ. ചിലപ്പം ഞാൻ വെളുത്തുള്ളി ഇടും, ജീരകം, അത് ഓരോ സമയത്ത് എൻ്റെ മൂഡ് പോലെ ഞാനിങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് ചുട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ ഒന്നിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ആ ചൂടിലാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മെൽറ്റ് ആവുമല്ലോ. അപ്പം വന്ന് വന്ന് വശക്കുട്ടിക്ക് തീരെ ലഞ്ച് കൊണ്ടുപോകാൻ താല്പര്യമില്ല. എന്തെങ്കിലും ഫ്രൂട്ട്സ് മതി എന്നൊക്കെയാണ് പറയുന്നത്. കാരണം ഉച്ചയ്ക്ക് കഴിക്കാൻ സമയമില്ല പോലും. പിന്നെ അങ്ങനെ പറഞ്ഞാലും ഞാൻ ചില ദിവസങ്ങളിലൊക്കെ അങ്ങനെ വിടാറുണ്ട്. ചില ദിവസങ്ങളിൽ ഞാൻ വാശി പിടിച്ചായാലും ലഞ്ച് കൊടുത്തു വിടാറുണ്ട് കേട്ടോ. അവരങ്ങനെ പറഞ്ഞാലും നമ്മുടെ അമ്മ മനസ്സിൽ ഒരു ടെൻഷനാവും. അയ്യോ കുഞ്ഞ് വിശന്നായിരിക്കുമോ ഇരിക്കുന്നതെന്നൊക്കെ വിചാരിച്ച്. അതിനിവിടെ ഏട്ടൻ എന്നെ വഴക്ക് പറയും, നീ അങ്ങനെയൊന്നും വിചാരിക്കാത്ത, അവരും വളർന്ന കുട്ടികളല്ലേ, അവർക്കറിയില്ലേ വിശപ്പും ദാഹവും ഒക്കെ ഉള്ള കാര്യമൊന്നും. സത്യമാണ്, എന്ത് ചെയ്യാനാണ്, നമ്മുടെ മനസ്സങ്ങനെ ആയിപ്പോയി. അപ്പോഴത്തേനും വിവാൻകുട്ടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പോഴത്തേനും അവൻ്റെ ലഞ്ച് ബോക്സും കൂടെ ഞാൻ പാക്ക് ചെയ്ത് കൊടുത്തു. ഇന്ന് ഞാൻ ഫ്രൂട്ട്സ് ഒന്നും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. വിവാൻകുട്ടിക്ക് എന്താണെന്നറിയത്തില്ല, ഇന്ന് ചെറുതായിട്ടൊരു പനിയുടെ ലക്ഷണമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം രാവിലെ ഇച്ചിരി മരുന്നൊക്കെ കൊടുത്തിട്ടാണ് സ്കൂളിലേക്ക് വിട്ടത്. ഇവിടെ കാലാവസ്ഥ ഇങ്ങനെ തണുപ്പാണ്, പക്ഷേ എന്നാലും ചിലപ്പോൾ ടെമ്പറേച്ചർ ഒന്ന് കൂടുന്നുമുണ്ട് കുറയുന്നുമുണ്ട്. അതുകൊണ്ട് ബോഡി തന്നെ മൊത്തത്തിലൊരു കൺഫ്യൂഷനിലാണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ എല്ലാവർക്കും ചുമയും ജലദോഷവും ഒക്കെയാണ്. അതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. ഒരാഴ്ച നന്നായിട്ടിരുന്നാൽ അടുത്ത ആഴ്ച വീണ്ടും ചങ്കരൻ തെങ്ങയിലാണ്. എൻ്റെ സൗണ്ടാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മാറുന്നുണ്ട്. ഇപ്പം പിന്നെ അതിനെയൊന്നും വലിയ കാര്യമായിട്ടൊന്നും അങ്ങോട്ട് ചിന്തിക്കുന്നില്ല. കാരണം ഇതിപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായതുപോലെയാണ് ചുമയും അതുപോലെ തുമ്മലും കാര്യങ്ങളും ഒക്കെ. തുമ്മലൊക്കെ പിന്നെ എനിക്ക് ഓൾറെഡി എപ്പോഴും ഉള്ള കാര്യമാണ്. പിന്നെ രാവിലത്തെ ഓട്ടപ്പാച്ചിലൊക്കെ കഴിഞ്ഞു. എല്ലാവരും അവരവരുടെ വഴിക്ക് പോയി. അപ്പോൾ ഇന്ന് കുറേ അഡ്വർടൈസ്മെൻറ്റിൻ്റെ പേപ്പറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിന് ഞാൻ ചിലതൊക്കെ നോക്കും. അങ്ങനെ പിന്നെ കൊണ്ട് ഡെസ്കിലിടാറാണ് പതിവ്. സാധാരണ ഇവർ പോയതിന് ശേഷം ഞാൻ നേരെ വീട് വൃത്തിയാക്കൽ പരിപാടിയിലേക്കാണ് കടക്കുന്നത്. ഇന്ന് എന്താണെന്നറിയത്തില്ല, നന്നായിട്ട് വിശക്കുന്നു. ഇപ്പം കുറച്ച് നേരത്തെ ഞാൻ രാത്രിയിൽ ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയാണെന്ന് തോന്നുന്നു, രാവിലെ ആകുമ്പോൾ ഭയങ്കര വിശപ്പ്. അപ്പോൾ വിചാരിച്ചു ഇന്നൊരു കോഫി കുടിക്കാനും കൂടെ ഒരു ആഗ്രഹം. അങ്ങനെ വേഗം തന്നെ കോഫി പൗഡർ എടുത്തു. പിന്നെ അതിലേക്ക് ഇച്ചിരി പഞ്ചസാരയൊക്കെ ഒഴിവാക്കണമെന്നൊക്കെ വിചാരിക്കും. ചില സമയത്ത് നമുക്കിങ്ങനെ ഒരു മധുരത്തിൻ്റെ ഒരു ആക്രാന്തം വരുമല്ലോ. അപ്പോൾ ഇച്ചിരി ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ക്രീമി ആക്കി എടുക്കാമെന്ന് വെച്ചു. അത് കുറേ സമയം വേണം ക്രീമൊക്കെ ആക്കി എടുക്കാൻ. എനിക്ക് അത്ര വലിയ ക്ഷമയൊന്നുമില്ല. ഒരു കുറച്ച് നേരം ഞാനൊന്ന് ഇതുപോലെ ഒന്ന് സ്പൂണിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് പിന്നെ അങ്ങ് പാലൊഴിച്ചെടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പാല് ചൂടാക്കാൻ വെച്ചത് മൈക്രോവേവിലോട്ടാണ്. അപ്പോൾ അതുള്ളത് കൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് പാല് ചൂടാക്കൽ പരിപാടിയൊക്കെ നടക്കും. വേഗം തന്നെ കോഫി കുടിക്കാം. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കേക്കും മഗ് കേക്കൊക്കെ ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ കുട്ടി ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഉണ്ടാക്കാറുണ്ട് മഗ് കേക്കൊക്കെ. ഇപ്പോൾ പിന്നെ ആരും ഒന്നും പറഞ്ഞു കൊടുക്കണ്ടായിരുന്നു. എല്ലാം പിന്നെ യൂട്യൂബിൽ നോക്കി തന്നെത്താനെ എല്ലാം ചെയ്തോളും. അതൊരു നല്ലതാണ്, എല്ലാം സ്വയം ചെയ്ത് പഠിക്കുന്നത്. ഇനി കുറച്ച് നേരം പോയിരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ടി വി ഒക്കെ കണ്ട് അങ്ങനെ ഇരിക്കും. ടി വി വന്നതിന് ശേഷം ഒരു വൃത്തികെട്ട ശീലമെന്ന് പറഞ്ഞാൽ ഈ ഫുഡ് കഴിക്കുമ്പോൾ ടി വി കാണുക എന്നുള്ളത്. അത് അത്ര നല്ലതല്ല കേട്ടോ. നമ്മളെപ്പോഴും ഫുഡിനെ ആസ്വദിച്ച് അതിനെ ഇങ്ങനെ ചെയ്ത് അതിനെ എൻജോയ് ചെയ്ത് കഴിച്ചെങ്കിൽ ആണ് നല്ലത്. അങ്ങനെ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഫുഡ് കുറച്ച് മതിയും തന്നെ. പക്ഷേ ഈ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ എടുത്ത് കഴിക്കും. കാരണം നമ്മളതിനെ ശ്രദ്ധിക്കുന്നില്ലല്ലോ.
അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നമ്മളായിട്ടുണ്ടാക്കുന്ന ശീലങ്ങളാണ്. പ്രത്യേകിച്ച് സിനിമ വല്ലതും ഇട്ട് പോയെങ്കിൽ പിന്നെ അത് ഫുള്ള് കാണാതെ എണീക്കാൻ തോന്നുകയില്ല. അതുകൊണ്ട് ഇപ്പോൾ രാവിലെയൊക്കെ പാട്ടായിരിക്കും കൂടുതൽ ഇടുന്നത്. അതാകുമ്പം പെട്ടെന്ന് നമ്മുടെ ജോലിയും നടക്കും, പാട്ട് കേൾക്കാമല്ലോ. അപ്പം ഞാൻ വേഗം തന്നെ ഇന്ന് ഫുഡ് കഴിച്ച് എണീറ്റ് കേട്ടോ. അല്ലെങ്കിൽ എൻ്റെ പണിയൊന്നും നടക്കുകയില്ല. നമ്മൾ മൊബൈലോ ടി വിയോ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സമയം പോണതേ അറിയത്തില്ല കേട്ടോ. ചില ദിവസങ്ങളിലൊക്കെ ഞാൻ അങ്ങനെ ഇരുന്ന് പോയിട്ടുണ്ട്. ചിലപ്പോൾ വൈകുന്നേരം വിമാൻകുട്ടി വരുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, അയ്യോ ഇത്ര സമയമായോ എന്ന്. അതുകൊണ്ട് മാക്സിമം രാവിലത്തെ പണിയെല്ലാം തീർത്തിട്ട് ഇരുന്ന് കാണുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് സ്വസ്ഥതയെങ്കിലും കിട്ടും. എനിക്കിങ്ങനെ പണി ഇങ്ങനെ ബാലൻസ് കിടക്കുമ്പോൾ ടെൻഷനാണ്, അയ്യോ ചെയ്തില്ലല്ലോ ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞ് ആ ടെൻഷൻ അടിക്കാതിരിക്കാൻ വേണ്ടിയാണ് രാവിലെ തന്നെ പണിയെല്ലാം തീർക്കണം. 2 ദിവസം കൂടുമ്പോൾ വാക്യൂം ചെയ്യുന്നുണ്ട്, എന്നാൽ പോലും പൊടിക്കൊന്നും ഒരു കുറവുമില്ല. അപ്പം വേഗം തന്നെ വാക്യൂം ക്ലീനറൊക്കെ വൃത്തിയാക്കി ഇനിയിപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇന്ന് ആദ്യം തുണി വിരിക്കാനും മടക്കാനും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് മാത്രമല്ല, ഇന്ന് പുറത്ത് പോകണം. ജീന വരും ഇപ്പോൾ എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ. ജീനയുടെ വണ്ടിക്ക് എന്തോ ചെറിയ കംപ്ലയിൻറ്റ്, പുള്ളിക്കാരിക്ക് ഒറ്റയ്ക്ക് പോകാൻ മടിയായിട്ടാണ് എന്നെ കൊണ്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആകുമ്പോൾ മിണ്ടിയും പറഞ്ഞൊക്കെ അങ്ങ് പോകുമല്ലോ. വണ്ടി നമ്മൾ അവിടെ കൊടുത്തു. അവർ പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ബാറ്ററിയുടെ പ്രശ്നമൊന്നും ഇല്ല, വേറെ എവിടെയെങ്കിലും കൂടെ ഒന്ന് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് പിന്നെ ഇഷ്ടം പോലെ സമയമുള്ളത് കൊണ്ട് പിന്നെ നമ്മൾ അവിടെ തൊട്ടടുത്തുള്ള പെറ്റ് ഷോപ്പിൽ കയറി വെറുതെ ഒരു രസം, എന്തായാലും ഇറങ്ങിയതല്ലേ, എന്നാൽ പിന്നെ കുറച്ച് നേരം ആയി നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ജീനയ്ക്ക് 2 തത്തകളുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും കളിക്കാൻ വേണ്ടി വാങ്ങാമെന്ന് വിചാരിച്ചാണ് കയറിയത്. പക്ഷെ നമ്മളിങ്ങനെ തിരഞ്ഞ് നടന്നതല്ലാതെ പെറ്റ്സിന് പിന്നെ ഇഷ്ടംപോലെ സാധനമുണ്ട്, പക്ഷേ ബേർഡ്സിന് അധികം ഐറ്റംസ് ഇല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയൊരു സെക്ഷൻ മാത്രമായിരുന്നു ബേർഡ്സിനുള്ളത്. അവിടുന്ന് പിന്നെ ജീന എന്തൊക്കെയോ തപ്പിപ്പറക്കി എടുക്കുന്നുണ്ട്. 1-2 ഐറ്റമൊക്കെ കിട്ടിയിട്ടുണ്ട്. ജീനയ്ക്ക് അത് കണ്ടപ്പോൾ സഹിച്ചില്ല. ജീന പിന്നെ പോയി അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ബേർഡ്സിന് വളരെ കുറവായിട്ട് ഐറ്റംസ് ഇരിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ പൊതുവെ ആൾക്കാർ അങ്ങനെ ബേർഡ്സിനെ പെറ്റ്സായിട്ട് വീട്ടിൽ വെക്കാറില്ലെന്ന്, കൂടുതലും എല്ലാവരും പട്ടിയും പൂച്ചയും ഒക്കെയാണ് കേട്ടോ. പിന്നെ ഇവിടെ മുയലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ കുട്ടൂനെ മുട്ടൂനെയൊക്കെ ഓർമ്മ വന്നു. വിവാൻ്റെ ഫേവറേറ്റാണ് റാബിറ്റ്. അങ്ങനെ അവിടുത്തെ പായ് നോട്ടമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് കറീസിലോട്ട് കയറി. നമുക്കൊന്നും വാങ്ങാനില്ല കേട്ടോ, വെറുതെ കയറുകയാണ്. വെറുതെ ഇങ്ങനെ ഓരോന്നിങ്ങനെ ഓപ്പൺ ചെയ്തിങ്ങനെ നോക്കും. ജീന പറയുന്നതും ഞാനിതാണ് വാങ്ങാൻ പോകുന്നത്. അപ്പം ഞാൻ പറയാം ഞാനിതാണ് വാങ്ങാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ 2 പേരും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു രസം. പിന്നെ പ്രത്യേകിച്ച് ഈ ഷോപ്പിലൊന്നും അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മളെല്ലാം ഇങ്ങനെ കറങ്ങി നടന്ന് ഓരോന്നോരോന്നായിട്ട് വിശദമായിട്ട് കണ്ടിട്ടാണ് വന്നത്. ഏകദേശം നമ്മളൊരു 3/4 മണിക്കൂറോളം നമ്മളിവിടെ ചിലവഴിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കണ്ടിട്ടും നമുക്ക് മതിയാവുന്നില്ലായിരുന്നു. ഓരോ സെക്ഷനിലോട്ട് പോകുമ്പോൾ ഓരോ വെറൈറ്റി ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഇരിക്കുന്നത് കാണാം കേട്ടോ. നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ മാടി വിളിക്കും മേടിച്ചോ എന്ന്. അപ്പം നമ്മൾ നമ്മുടെ മനസ്സിനോട് പറയും ഇപ്പം നമുക്കിതൊന്നും ആവശ്യമില്ല, ആവശ്യമുള്ള സമയത്ത് ഇതൊക്കെ നമ്മൾ വാങ്ങിക്കാമെന്ന്. അങ്ങനെ നമ്മൾ അവിടുത്തെ വായ്നോട്ടമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇറങ്ങിയ സമയത്ത് അത്യാവശ്യം നല്ല കാറ്റും ചെറിയ രീതിയിൽ മഴയും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സ്കോട്ട്ലാൻഡിൽ വീണ്ടും മഴയും കാറ്റും തണുപ്പും ഒക്കെ തുടങ്ങിയേക്കുകയാണ് കേട്ടോ. അങ്ങനെ വൈകുന്നേരമായി. ഇനിയിപ്പോൾ രാത്രിയിലത്തേക്കുള്ള ഡിന്നർ റെഡിയാക്കണം. അപ്പോൾ രാവിലെ പുട്ടായിരുന്നു, ഉച്ചയ്ക്ക് ചപ്പാത്തിയാണല്ലോ കൊടുത്ത് വിട്ടത്. വീണ്ടും ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ ആർക്കും അത്ര ഇൻട്രസ്റ്റ് ഇല്ല കഴിക്കാൻ. അപ്പം ഞാൻ വിചാരിച്ചു ചോറ് വെക്കാമെന്ന്. ഇന്ന് ചോറ് ഉണ്ടിട്ടില്ലല്ലോ, അപ്പം എല്ലാവർക്കും വൈകിട്ട് ചോറും മീൻകറിയും എന്തെങ്കിലും ഒരു തോരനും കൂടെ റെഡിയാക്കാമെന്നാണ് വിചാരിക്കുന്നത്. മീൻകറി വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് കറി പിന്നെ വെക്കണ്ട. അതുകൊണ്ടാണ് ഞാൻ മോസ്റ്റ്ലി മീൻകറിയിലോട്ട് പോണത്. അങ്ങനെ ഞാൻ വേഗം തന്നെ മീൻകറിയൊക്കെ സെറ്റാക്കി. ഇന്ന് തേങ്ങയൊക്കെ അരച്ചിട്ടുള്ള ഒരു മീൻകറിയാണ് വെച്ചത് കേട്ടോ. അങ്ങനെ അതും പിന്നെ ചോറും എടുത്തിട്ടുണ്ട്. ബ്രോക്കലി തോരനാണ് ഉണ്ടാക്കിയത്. ഇതെല്ലാം റെസിപ്പി എടുക്കാൻ നോക്കിയപ്പോഴത്തേനും എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നു പോയി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പ്ലീസ് കമൻറ്റും കൂടെ ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.